ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നല്ലേ? കഷ്ടം. ഒന്നും മിണ്ടാൻ പോലും ആകാതെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ആർക്കാ സഹിക്കുക? വിഷം തലച്ചോറിന് ഏറ്റു കാണുമല്ലേ? ജീവൻ തിരിച്ചു കിട്ടുമെന്ന് കരുതലിടോ. ഒരുപാട് കാലം കിടന്ന കിടപ്പി കിടന്നു. എത്ര ചികിത്സ കഴിഞ്ഞിട്ടാ ഈ കോലത്തിലായെന്നറിയൂ. ഞാനോ മറ്റേ ആയിരുന്നെങ്കിൽ പിറ്റേന്ന് തന്നെ തേവക്കാട്ടെ അവറാച്ചനെ മകനെ വെട്ടിയെറിഞ്ഞ് തള്ളിയനെ. അതിനൊക്കെ ഒരുമ്പെട്ടതാ. അവന്റെയൊക്കെ ആയുസിന്റെ ബലമെന്നല്ലാതെ എന്ത് പറയാനാ. ആ സമയത്താ ഞങ്ങളുടെ ഷാപ്പിൽ നിന്ന് കുടിച്ച് കുറെ എണ്ണം ചത്തു വീഴാൻ തുടങ്ങിയത്. പിന്നെ കേസും ബുക്കാറും ഒക്കെ ആയി. ഞങ്ങൾ അങ്ങ് ജയിലിലുമായി. അതോടെ ബിസിനസ്സും തകർന്നു. ആരും പോരും ഇല്ലാതെ എന്റെ മോള് ശരണാലയത്തിലും. കൊച്ചേ, ഓ, പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാം ഒന്നെന്ന് തുടങ്ങേണ്ടി വന്നു. ശിവകാശിയിൽ ആദ്യം ചെറിയൊരു പടക്ക നിർമ്മാണശാല, പിന്നീട് എക്സ്പ്ലോസീവ് ലൈസൻസിന്റെ ബലത്തിൽ നിയമം അറിഞ്ഞാൽ തല പോകുന്ന പല തീക്കളികൾ, കരാറെടുത്ത സ്ഫോടനങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അങ്ങനെ പണം ഒരുപാട് വാരിക്കൂട്ടി. അപ്പോഴും പക്ഷേ മനസ്സിന്റെ അകത്ത് ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെങ്കിലും ഈ നാട്ടിൽ വരണം, അവന്റെ രാജ്യം പിടിച്ചടക്കണം, അവരുടെ സർവനാശം കാണണം. ഇതെന്താ തേവക്കാട്ട മൂത്ത മരുമകള് പതിവില്ലാതെ ഈ സമയത്ത് പള്ളിയില്? തമ്പുരാന്റെ അടുത്ത് വരാൻ സമയവും സന്ദർഭമൊക്കെ നോക്കണോ കപ്പേരെ? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിള്ളച്ചേട്ടന് പാറക്കാടന്മാരുടെ വീടറിയോ? എന്താ കുഞ്ഞെ? എനിക്ക് അവിടെ വരെ ഒന്ന് പോണം. കുഞ്ഞ് എന്തായി പറയുന്നത്? വീട്ടിലറിയണ്ട, എനിക്ക് പോയേ പറ്റൂ. വണ്ടി എടുത്തോളൂ. ഇവിടെ ആരുമില്ല, എല്ലാരും പുറത്തു പോയിരിക്കുക. ആരാ? കൊച്ചമ്മണി ഒന്ന് കാണാനാ. വരൂ. കൊച്ചമ്മണിക്ക് എന്നെ മനസ്സിലായോ? കൊച്ചമ്മണിയെ ഈ അവസ്ഥയിലാക്കിയത് ഞാന്. അറിയാതെ ആണേലും ഈ ജീവിതമാണ് ഞാൻ തട്ടിയെടുത്ത്. എത്ര മാപ്പ് അപേക്ഷിച്ചാലും തീരാത്ത തെറ്റാ ഞാൻ. ആരാ താൻ? തേവക്കാട്ടെ കാര്യസ്ഥനല്ലേ? അതെ. തനിക്ക് എന്താ അവിടെ കാര്യം? തേവക്കാട്ടെ കുരുവിള സാറിന്റെ ഭാര്യയ്ക്ക് ഇവിടം വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഇവിടെ കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവളെ ഇതിന്റെ അകത്ത് കയറ്റാൻ നിന്നോട് ആരാടി പറഞ്ഞത്? ജീവച്ചവും പോലെ ഇരിക്കുന്ന എന്റെ ചേച്ചിയെ കണ്ട് ആസ്വദിക്കാമെന്നാണോ, അതോ ശേഷിച്ച ജീവനോട് അങ്ങ് തീർക്കാനോ? അയ്യോ, മഹാഭാവം പറയരുത്. ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം ഞാനാണെന്ന് അറിഞ്ഞപ്പോ കൊച്ചമ്മണി ഒന്ന് കാണണമെന്ന് തോന്നി. പറയുന്നത് ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിലും ആ മുഖത്ത് നോക്കി എന്റെ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കാൻ. നിന്റെ ഒരു മാപ്പ് ചവിട്ടി എല്ലൊടിക്കാൻ വേണ്ടത്. നോക്കി നിൽക്കാതെ പിടിച്ച് പുറത്താക്കടായി പഠിച്ചോളെ. ഇറങ്ങി വെളിയിൽ നടക്കണേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് പാടി വിളിച്ചോണ്ട് പോണോ? വിളിച്ചോണ്ട് പോകാൻ ഇല്ലെങ്കിൽ വെട്ടിയെറിഞ്ഞ് ഇവിടുത്തെ അൽസേഷൻ നായിക്ക് തീറ്റയാക്കും ഞങ്ങള്. വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ഉള്ളൊരു മനുഷ്യന്മാരല്ല. ഓ, തേവക്കാട്ടുകാർക്കുന്നുണ്ടാ നിനക്ക് ഇപ്പോഴും ദണ്ണമാണല്ലേ? നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു കൂട്ടുന്നതെല്ലാം പാഴ്.
പിള്ളച്ചേട്ടാ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇത് റാണിമോളുടെ കാറാണല്ലോ. എല്ലാ കള്ളത്തരവും പൊളിഞ്ഞേനെ. ദൈവാധീനം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇനി ഏതായാലും ഫോണിലൂടെയുള്ള സംസാരം നമുക്ക് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഞാനിവിടെ എത്തിയല്ലോ, നമുക്കിനി ഡെയിലി ഇവിടെ വെച്ച് കാണാം. എക്സാം കഴിയണ വരെ ട്യൂഷന്റെ പേര് പറഞ്ഞ് കാണാം. അത് കഴിഞ്ഞ പിന്നെ എന്നായും? എന്റെ ഡാഡിയോട് വിവരങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ. നിന്റെ വീട്ടുകാരുമായി ഉടനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് ഏറ്റിരിക്കുക പുള്ളിക്കാരൻ. Is it? ആ. അയ്യോ സമയം ഒരുപാടായി, ഞാൻ പോട്ടെ. അപ്പൊ നാളെ ഇതേ സ്ഥലം ഇതേ സമയം. ഓക്കെ ഓക്കെ ബൈ. ബൈ. മിസ്റ്റർ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഹേയ് ഒന്നുമില്ല, ചുമ്മാ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നിർത്തിയതാ. ഈ അവതാര പുരുഷൻ എവിടുന്നാണെന്നും അവതാര ലക്ഷ്യം എന്താണെന്നും ഒന്ന് അറിയണ്ടായോ? ഏതാടാ നീ? അത് ചോദിക്കാൻ നിങ്ങളാരാ? അയ്യോ അറിയത്തില്ലായോ? അരമനയിലെ മെത്രാനച്ഛനാ. ദാ ഒറ്റ കീറ് വെച്ച് എന്നാലുണ്ടല്ലോ. മാറ മിസ്റ്റർ നിക്കടാ അവിടെ. രാവിലെ തന്നെ 3 കാരൻ സ്പ്രേയും മേത്തടിച്ചോണ്ട് കണ്ട പെങ്കൊച്ചുങ്ങളുടെ പിന്നാലെ നിരങ്ങിയാലുണ്ടല്ലോ, അടിച്ചതിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ പൊട്ടിക്കും. ചുമ്മാ പേടിപ്പിക്കാതെ മിസ്റ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പിന്നാലെ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ. അതിന് നിങ്ങളല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും ഞാൻ വകവയ്ക്കും. വണ്ടി എടുത്ത് മാറ്റാ റാസ്കൽ. ഓ നാട് റോഡി വണ്ടി ഇട്ടു കൊച്ചു വർത്തനം പറഞ്ഞതാ. സാർ, ഞാൻ വരുന്ന വഴികൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നതാ. ഏതാടാ നീ? ഞാൻ ടോണി, പാലക്കൽ കുര്യാക്കോസിന്റെ മോനാ. ഓ അത് ശരി. അപ്പൊ ആ പാവം നല്ല മനുഷ്യന്റെ പേര് കളയാനായിട്ട് ജനിച്ച സന്താനമാണല്ലോ. നിന്നെ ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. നിർത്തടാ, നീ വണ്ടി എടുത്ത് പൊക്കോ. താങ്ക് യു സാർ. നിക്കടേ അവിടെ. നിങ്ങളോട് പോകാൻ പറഞ്ഞില്ല. എങ്ങോട്ടാടാ ഈ പീസിനെ കെട്ടിയെടുത്തോണ്ട്? സാർ, എന്താടോ? അത് കുട്ടപ്പായിക്ക് കല്യാണം പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാ. പൊയ്ക്കോ പൊയ്ക്കോ, നീ കേറ്. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇപ്പൊ വീട്ടിൽ വന്നിരിക്കണോ വഴക്കുണ്ടാക്കാൻ? അന്നേരം പോലീസ് വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. ഇവിടെ നിന്നെ ആരാ രക്ഷിക്കാൻ പോകുന്നത് കാണാമല്ലോ. എടാ, തേവക്കാട്ട് ആകെയുള്ള ഒരു പെൺതരിയാ ഞങ്ങളുടെ റാണിമോള്. അവളുടെ മേത്തൊരു നിഴല് വീഴാൻ പോലും സമ്മതിക്കാലായി കുട്ടപ്പായി. അയ്യോ, കുട്ടപ്പായി ചാനായിരുന്നോ? ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി, നമുക്ക് അകത്തോട്ടിരിക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നും അല്ല. കുര്യാക്കോസിച്ചായന്റെ മോനായോണ്ട് മാത്രം അന്നേരം ഞാൻ നിനക്കിട്ട് പൊട്ടിക്കാഞ്ഞത്. ഒന്നുമില്ലാലും ആ മനുഷ്യനെ ഓർക്കണമല്ലോ. ഈ വിവരം നിന്റെ അപ്പനോട് പറയാനും കൂടിയാ ഞാനിപ്പോ വന്നേ. വിളിക്കടാ നിന്റെ അപ്പനെ. അല്ല, കുഞ്ഞു എത്തിയോ? പിള്ളച്ചേട്ടൻ ഇവിടെ അകത്തുണ്ട്, അപ്പനും ഇച്ചായനും. ടോണി മോൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ പറഞ്ഞപ്പോ അവന്റെ ആഗ്രഹം ഇട്ട് കൂടിപ്പോയെന്ന സംശയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊന്നുമില്ല. എന്നതാ അവനൊരു കുറവ്? വിദേശത്ത് പോയി പഠിപ്പ് സമ്പാദിച്ച വേറെ ആരുണ്ട് നമ്മുടെ ഈ നാട്ടില്? പിന്നെ പാലക്കൽ തറവാട് പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ മോശമൊന്നുമല്ലല്ലോ. ആ എന്നതാടാ പെട്ടെന്ന് ഇങ്ങോട്ട്? അവിടെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ? പ്രശ്നം അവിടെ അല്ല, ഇവിടെ അല്ലായോ? അത് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? അവനെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റിയല്ല. ആ അവനെ തളയ്ക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ റാണി മോൾക്ക് ഇവിടുന്ന് ഒരു ആലോചന വന്നു. നിന്റെ കല്യാണത്തിനോടൊപ്പം നമുക്ക് അതും അങ്ങ് നടത്തിക്കളയാം. നീ എന്നാ പറയുന്നു? അതിപ്പോ റാണിമോളുടെ സമ്മതം ചോദിക്കാതെ എനിക്കൊന്നും പറയാൻ ഒക്കുകയല്ല. നിന്റെ സമ്മതം ചോദിച്ചോണ്ട് ആരോടാ നിന്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചത്? അത് പറയടാ. അല്ല. ആ അപ്പോ ഇതിനും സമ്മതം ചോദിക്കേണ്ട കാര്യമില്ല. അയ്യടാ.